ഈസി LSS യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോസ് എല്ലാ കുട്ടികൾക്കും ഉപകാരപ്പെടും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുൻ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കാണാത്തവർ അതുകൂടി കാണുക. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് നാം എല്ലാവരും അറിഞ്ഞിരിക്കണം. ഒരുപാട് പേരുടെ ജീവത്യാഗം മൂലം കിട്ടിയതാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള അത്തരം പോരാട്ടങ്ങളെക്കുറിച്ച് അറിഞ്ഞാലേ സ്വാതന്ത്ര്യത്തിൻ്റെ വില എന്തെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയതെന്ന്. വളരെ കാലം ദക്ഷിണാഫ്രിക്കയിൽ പ്രവർത്തിച്ച ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തി. 1915 ജനുവരി 9 ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത്. ബോംബെയിലെ അപ്പോളോ ബന്ദർ തുറമുഖത്ത് തികച്ചും സാധാരണ വേഷത്തിൽ അദ്ദേഹം കപ്പലിറങ്ങി. ഗാന്ധിജി തിരിച്ചെത്തിയ സമയത്ത് ഇന്ത്യയുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. ഈ കൊളാഷ് വാർത്തകൾ ശ്രദ്ധിക്കൂ. ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചതിന് സ്കൂൾ കുട്ടികളെ ശിക്ഷിച്ചു. നികുതികൾ വർദ്ധിപ്പിച്ചു. പുതിയ നികുതികൾ ഏർപ്പെടുത്തി. കർഷകരുടെ ജീവിതം ദുരിതപൂർണം. കരകൗശല തൊഴിലാളികളും നെയ്ത്തുകാരും പട്ടിണിയിലായി. ദേശഭക്തിഗാനം പ്രസിദ്ധീകരിച്ചതിന് പത്രാധിപരെ വഴിയോരത്തെ മരത്തിൽ കെട്ടിത്തൂക്കി കൊന്നു. ബ്രിട്ടീഷ് ഭരണകാലത്തെ അവസ്ഥയാണ് കൊളാഷിലെ വാർത്തകളിൽ കാണുന്നത്. ഈ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ അനേകം വർഷങ്ങൾ നമുക്ക് ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്യേണ്ടി വന്നു. ആ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമാണ് ഗാന്ധിജിക്കുള്ളത്. ഗാന്ധിജിക്ക് കുറേ പ്രത്യേകതകളുണ്ടായിരുന്നു. ആ പ്രത്യേകതകൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ലളിതമായ ജീവിതമാണ് ഗാന്ധിജി നയിച്ചത്. അഹിംസയിൽ അടിയുറച്ച സമരരീതി അദ്ദേഹം അവതരിപ്പിച്ചു. എതിർക്കുമ്പോഴും അക്രമം കാണിക്കാതിരിക്കുന്ന സമരമാണ് ഗാന്ധിജി ആഗ്രഹിച്ചത്. സത്യത്തെ മുറുകെ പിടിക്കുന്ന സത്യഗ്രഹ സമരരീതി അദ്ദേഹം സ്വീകരിച്ചു. ബ്രിട്ടീഷുകാരുടെ ക്രൂരത നിറഞ്ഞ ഭരണത്തിനെതിരെ ജനങ്ങളെ അണിനിരത്തി. ജനപിന്തുണ ഗാന്ധിജിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃനിരയിലേക്ക് ഉയർത്തി. തുടർന്ന് നിർമ്മാണപരവും അഹിംസയിൽ അടിയുറച്ചതുമായ ബഹുജന സമരമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മാറി. ഗാന്ധിജി സ്വീകരിച്ച സമരരീതിയാണ് സത്യഗ്രഹ സമരരീതി. എന്താണ് സത്യഗ്രഹ സമരരീതി എന്ന് നോക്കാം. സത്യഗ്രഹം എന്നാൽ സത്യത്തെ മുറുകെ പിടിക്കുക എന്നാണ് അർത്ഥം. തെറ്റെന്ന് തോന്നുന്ന ഒന്നിനെയും അംഗീകരിക്കരുത്, എതിർക്കുകയും വേണം. ഇങ്ങനെ എതിർക്കുമ്പോഴും അക്രമം കാട്ടരുത്, അഹിംസ കൈവെടിയരുത്. ഈ സമരരീതിയാണ് സത്യഗ്രഹ സമരരീതി. ഗാന്ധിജി നേതൃത്വം നൽകിയ ആദ്യ സമരമാണ് ചമ്പാരൻ സമരം. എന്തിനു വേണ്ടിയായിരുന്നു ആ സമരം നടന്നത്? സമരം കൊണ്ട് എന്തു ഗുണമാണ് ഉണ്ടായത്? ഇവയെല്ലാം നോക്കാം. ബീഹാറിലുള്ള ചമ്പാരൻ ഗ്രാമത്തിൽ നീലം കൃഷി ചെയ്യുന്ന കർഷകരുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ 1917 നടന്ന സമരമാണ് ചമ്പാരൻ സമരം. കർഷകരുടെ കൃഷിസ്ഥലത്ത് നീലം കൃഷി ചെയ്യാനും തോട്ടമുടമകൾ പറയുന്ന വിലയ്ക്ക് നീലം വിൽക്കാനും കൃഷിക്കാർ നിർബന്ധിതരായി. അതിന് കൂടുതൽ നികുതിയും നൽകേണ്ടി വന്നു. അതോടെ കർഷകർ വലിയ കടക്കെണിയിൽപ്പെട്ടു. ഇതറിഞ്ഞ ഗാന്ധിജി സമരത്തിൽ ഇടപെടുകയും സത്യഗ്രഹ സമരത്തിലൂടെ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്തു. ഇതാണ് ചമ്പാരൻ സത്യഗ്രഹം. ഇനി ഈ സമരത്തിൻ്റെ പ്രത്യേകതകൾ നോക്കൂ. 1917 നടന്നു. നീലം കൃഷി ചെയ്യുന്ന കർഷകർക്കു വേണ്ടിയാണ് സമരം. സമരത്തിലൂടെ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു. ചമ്പാരൻ സത്യാഗ്രഹം. ബീഹാറിലെ ചമ്പാരൻ ഗ്രാമത്തിൽ നീലം കൃഷി ചെയ്യുന്ന കർഷകരുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ 1917 നടന്ന സമരമാണ് ചമ്പാരൻ സമരം. ഈ സമരത്തിന്റെ പ്രത്യേകതകൾ: കർഷകരുടെ ദുരിതങ്ങൾ, ഗാന്ധിജിയുടെ സത്യാഗ്രഹ പരീക്ഷണങ്ങൾ. സമരത്തിലൂടെ
കുറഞ്ഞു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന മറ്റു 2 സമരങ്ങളാണ് ഖേഡ സമരവും അഹമ്മദാബാദ് തുണിമിൽ സമരവും. ഇവ എന്തെല്ലാമെന്ന് നോക്കാം. ഇവ കൊണ്ടുണ്ടായ നേട്ടങ്ങളും നോക്കാം. ഖേഡ സമരം. കൃഷിയുടെ വിളവ് മോശമായ സമയത്ത് കർഷകരുടെ മേൽ അടിച്ചേൽപ്പിച്ച നികുതി കുറയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതായിരുന്നു ഖേഡ സമരം. അതിൻ്റെ പ്രത്യേകതകൾ നോക്കൂ. വർദ്ധിപ്പിച്ച നികുതി ഇളവ് ചെയ്യുവാൻ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സത്യാഗ്രഹ സമരം വിജയിച്ചു. ഖേഡ സമരം. വിളവ് മോശമായ സമയത്ത് കർഷകരുടെ മേൽ ചുമത്തുന്ന നികുതി ഇളവ് ചെയ്യാൻ ആവശ്യപ്പെട്ടു നടത്തിയ സമരമാണ് ഖേഡ സമരം. അങ്ങനെ നികുതി ഇളവ് ചെയ്തു നൽകി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഈ സമയം നമ്മുടെ വിജയമായിരുന്നു. അടുത്തത് അഹമ്മദാബാദ് തുണിമിൽ സമരം. തുണിമിൽ തൊഴിലാളികളുടെ കൂലി കൂട്ടിക്കിട്ടുന്നതിന് വേണ്ടിയാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്നത്. 1918 നടന്നത്. തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിച്ചു കിട്ടി. അഹമ്മദാബാദ് തുണിമിൽ സമരം. തൊഴിലാളികളുടെ കൂലി വർധനത്തിനു വേണ്ടി 1918 നടന്ന സത്യാഗ്രഹ സമരമാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം. അതിന്റെ ഫലമായി തൊഴിലാളികൾക്ക് വർദ്ധിച്ച കൂലി ലഭിച്ചു. ഇതിനിടയിൽ ബ്രിട്ടീഷുകാർ ഒരു നിയമം കൊണ്ടുവന്നു. റൗലറ്റ് നിയമം. ആരെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ എത്ര കാലം വേണമെങ്കിലും തടവിൽ വയ്ക്കാൻ സാധിക്കുന്ന നിയമം. ഇതിനെതിരെ ഗാന്ധിജി നടത്തിയ സമാധാന സമരങ്ങളെ അവർ അടിച്ചമർത്തി ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തു. പിന്നീടാണ് ഇന്ത്യക്കാർക്കെതിരെ ബ്രിട്ടീഷുകാരുടെ വലിയ ക്രൂരത അരങ്ങേറിയത്. അതാണ് ജാലിയൻ വാലാബാഗ് ദുരന്തം. 1919 ഏപ്രിൽ 13 ഇത് നടന്നത്. പഞ്ചാബിലെ അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് എന്ന സ്ഥലം വലിയ കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട ഒറ്റ പ്രവേശന മാർഗം മാത്രമുള്ള ഒരു മൈതാനം. അവിടെ ബ്രിട്ടീഷ് നടപടികൾക്കെതിരെ പ്രതിഷേധിക്കാൻ ഒരു സമ്മേളനം നടക്കുകയായിരുന്നു. പെട്ടെന്ന് ബ്രിട്ടീഷ് പട്ടാളം ആ ജനക്കൂട്ടത്തിനു നേരെ വെടിവെച്ചു. പരിഭ്രാന്തരായ ആളുകൾ പരക്കം പാഞ്ഞു. വെടികൊണ്ടും തിരക്കിൽപ്പെട്ടും 100 കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. എത്രയും വേഗം ജാലിയൻ വാലാബാഗിലെത്താൻ ഗാന്ധിജി ആഗ്രഹിച്ചു. പക്ഷേ ബ്രിട്ടീഷ് പട്ടാളം അദ്ദേഹത്തെ പഞ്ചാബിലേക്ക് കടക്കാൻ പോലും അനുവദിച്ചില്ല. ഇത് ഗാന്ധിജിയെ വളരെ വേദനിപ്പിച്ചു. ജാലിയൻ വാലാബാഗ് ദുരന്തം. പഞ്ചാബിലെ അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് എന്ന മൈതാനത്തിൽ വെച്ചാണ് ഈ ദുരന്തം നടന്നത്. 1919 ഏപ്രിൽ 13 ഇത് നടന്നത്. വലിയ കെട്ടിടങ്ങളിൽ ചുറ്റപ്പെട്ട ഒറ്റ പ്രവേശന കവാടം മാത്രമുള്ള മൈതാനമാണ് ജാലിയൻ വാലാബാഗ്. അവിടെ ബ്രിട്ടീഷുകാർക്കെതിരെ സമ്മേളനം നടക്കുകയായിരുന്നു. അപ്പോൾ ജനറൽ ഡയറിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് പട്ടാളം ആ മൈതാനം വളഞ്ഞ് ജനങ്ങൾക്ക് നേരെ വെടിവെച്ചു. കുറെ പേർക്ക് മുറിവേറ്റു. 100 കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. ജാലിയൻ വാലാബാഗിൽ നടന്ന കൂട്ടക്കൊലയ്ക്കെതിരെ രാജ്യമെങ്ങും പ്രതിഷേധം ഇരമ്പി. ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായി എല്ലാ രീതിയിലും നിസ്സഹകരിക്കാൻ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. ആ ലക്ഷ്യത്തിനു വേണ്ടി നടന്ന സമരമാണ് നിസ്സഹകരണ സമരം. സമരത്തിൻ്റെ ഭാഗമായി പ്രകടനക്കാർ നടത്തിയ മുദ്രാവാക്യങ്ങളാണ് അവരുടെ കൈകളിലെ പ്ലക്കാർഡുകളിൽ കാണുന്നത്. ഖാദി പ്രചരിപ്പിക്കുക, വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുക, ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക, മദ്യം വർജിക്കുക തുടങ്ങിയ ആശയങ്ങളാണ് നിസ്സഹകരണ സമരത്തിലൂടെ ഉയർത്തിയത്. ഇന്ത്യയിൽ നെയ്തെടുക്കുന്ന ഖാദി വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് മൂലം ഇന്ത്യൻ നെയ്ത്തു വ്യവസായം ശക്തിപ്പെടുന്നതിനും പട്ടിണി, തൊഴിലില്ലായ്മ പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സാധിക്കും. കൂടാതെ ഖാദി ഐക്യത്തിൻ്റെ സന്ദേശവും നൽകുന്നു. വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ അത് സ്വദേശി വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വിദേശാധിപത്യത്തെ എതിർക്കുന്നതിനും കാരണമായി തീരുന്നു. ഹിന്ദി ഭാഷയുടെ പ്രചാരത്തിലൂടെ ജനങ്ങൾ തമ്മിലുള്ള ഐക്യം വളർത്താം. മദ്യം ഉപേക്ഷിക്കുമ്പോൾ കുടുംബങ്ങളിൽ ദാരിദ്ര്യം കുറയുകയും സമാധാനം ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ ബ്രിട്ടീഷുകാരെ എതിർക്കുകയും ഇന്ത്യൻ ജനതയ്ക്ക് നേട്ടമുണ്ടാവുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് നിസ്സഹകരണ സമരം കൊണ്ട് നടപ്പിലായത്.
നിസ്സഹകരണ സമരങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ എന്ന പോലെ കേരളത്തിൻ്റെ പല പ്രദേശങ്ങളിലും നടക്കുകയുണ്ടായി. ഈ സമരത്തിൽ പങ്കെടുക്കാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഗാന്ധിജി ചെയ്ത പ്രധാന ഉപദേശങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഇന്ത്യക്കാരായ നമ്മളെല്ലാം ഒരമ്മയുടെ മക്കളാണ്. നമ്മുടെ സുഖദുഃഖങ്ങൾ ഒന്നാണ്. നമ്മുടെ ലക്ഷ്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യമാണ്. നിസ്സഹകരണ സമരം. ജാലിയൻ വാലാബാഗ് സംഭവത്തെ തുടർന്ന് ദേശവ്യാപകമായി സമരം ആരംഭിക്കുവാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. ബ്രിട്ടീഷ് ഗവൺമെന്റുമായി എല്ലാ തരത്തിലും നിസ്സഹകരിക്കുവാൻ തീരുമാനിച്ചു. ഖാദി പ്രചരിപ്പിക്കുക, മദ്യം വർജിക്കുക, ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക, വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുക എന്നിവയായിരുന്നു നിസ്സഹകരണ സമരം ഉയർത്തിയ ആവശ്യങ്ങൾ. നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായി ഗാന്ധിജി കേരളത്തിലും എത്തി. ഗാന്ധിജിയുടെ വരവ് കേരളത്തിലെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ശക്തി പകർന്നു. ഉപ്പ് സമരത്തിനുള്ള ഒരു ആയുധമാക്കി സ്വീകരിച്ചത് ഗാന്ധിജിയാണ്. അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച കാരണങ്ങൾ നോക്കാം. കടവെള്ളം വറ്റിച്ചാണ് ഉപ്പുണ്ടാക്കുന്നത്. ഉപ്പിന് ബ്രിട്ടീഷ് ഭരണകൂടം വലിയ തോതിൽ നികുതി ഏർപ്പെടുത്തി. നികുതി കൊടുക്കാതെ ഉപ്പുണ്ടാക്കിയാൽ അത് ജയിൽ ശിക്ഷ കിട്ടുന്ന കുറ്റവുമായിരുന്നു. നമ്മുടെ രാജ്യത്തെ കടൽത്തീരത്ത് നിന്ന് ഉപ്പുണ്ടാക്കാൻ വിദേശികളുടെ ഗവൺമെൻറ്റിന് നികുതി കൊടുക്കേണ്ടി വരുന്നത് അനീതിയല്ലേ? അതിനെ എതിർക്കാൻ എല്ലാവർക്കും ആവശ്യമുള്ള വസ്തുവാണ് ഉപ്പ് എന്നതുകൊണ്ട് ഉപ്പ് നിയമം ലംഘിക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു. അങ്ങനെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സബർമതി ആശ്രമത്തിൽ നിന്ന് ഗാന്ധിജിയും അനുയായികളും 388 കിലോമീറ്റർ കാൽനടയായി യാത്ര ചെയ്ത് ദണ്ഡി കടപ്പുറത്ത് എത്തി. കടൽ വെള്ളത്തിൽ നിന്നും ഉപ്പ് നിർമ്മിച്ച് അങ്ങനെ ഉപ്പ് നിയമം ലംഘിച്ചു. ഈ ഉപ്പ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ ഒരു പിടി ഉപ്പ് ശക്തിയുടെ പ്രതീകമാണ്. ഇത് വിട്ടുകൊടുക്കില്ല. രാജ്യമൊട്ടാകെ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തവർക്ക് ബ്രിട്ടീഷുകാരുടെ ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നു. ദണ്ഡിയാത്ര. നമ്മുടെ രാജ്യത്തെ കടൽ തീരത്തു നിന്ന് ഉപ്പുണ്ടാക്കാൻ വിദേശികളുടെ ഗവൺമെന്റിന് നികുതി കൊടുക്കേണ്ടി വരുന്നത് അനീതിയാണ്. അതിനെ എതിർക്കുവാൻ എല്ലാവർക്കും ആവശ്യമായ ഒരു വസ്തുവാണ് ഉപ്പ് എന്നതുകൊണ്ട് ഉപ്പ് നിയമം ലംഘിക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു. സബർമതി ആശ്രമത്തിൽ നിന്ന് ഗാന്ധിജിയും അനുയായികളും 388 കിലോമീറ്റർ കാൽനടയാത്ര ചെയ്തു ദണ്ഡിക്കടപ്പുറത്ത് എത്തിച്ചേർന്നു. വഴിനീളെ ജനങ്ങളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയും സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടാൻ ജനങ്ങളെ ഉപദേശിച്ചുകൊണ്ടുമായിരുന്നു 1930 മാർച്ച് 12 ദണ്ഡിക്കടപ്പുറത്തെത്തിയ ഗാന്ധിജിയും അനുയായികളും കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് നിർമ്മിക്കാൻ നിയമം ലംഘിച്ചത്. ഈ ഉപ്പ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ ഉപ്പ് ശക്തിയുടെ പ്രതീകമാണ്. ഇത് വിട്ടുകൊടുക്കില്ല. രാജ്യമൊഴികെ ഉപ്പു സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്തവരെയെല്ലാം ബ്രിട്ടീഷുകാരുടെ ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നു. ഉപ്പ് നിയമം ലംഘിക്കപ്പെട്ടതോടെ രാജ്യത്ത് ഉപ്പ് നിയമ ലംഘനത്തിന് സമരത്തിന് തുടക്കമായി. അങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര രംഗത്ത് ഉപ്പ് ശക്തിയുടെ പ്രതീകമായി. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നത് കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ കണ്ണൂരിലെ പയ്യന്നൂർ കടപ്പുറത്തായിരുന്നു. സ്വാതന്ത്ര്യ സമര ഗാനങ്ങൾ ആലപിച്ചായിരുന്നു യാത്ര. ഉപ്പ് സത്യാഗ്രഹം. എല്ലാ മനുഷ്യർക്കും ആവശ്യമുള്ള ഉപ്പ് സമരായുധമാക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത് എല്ലാ ജനങ്ങളെയും സ്വാതന്ത്ര്യ സമരത്തിൽ അണിചേർക്കാനായിരുന്നു. ബ്രിട്ടീഷുകാർ ഉപ്പിനു കൂടി കനത്ത നികുതി ചുമത്തിയപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള സമര നയക്കാർ ഉപ്പു നിയമം ലംഘിച്ചു. 1930 ഗുജറാത്തിലെ ദണ്ഡിക്കടപ്പുറത്താണ് ഉപ്പു നിയമം ലംഘിച്ചത്. സമരത്തിന്റെ ഭാഗമായി കടൽ വെള്ളം വറ്റിച്ച് ഉപ്പുണ്ടാക്കി കേരളത്തിൽ കെ കേളപ്പന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിലാണ് ഉപ്പു സത്യാഗ്രഹം നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കൂ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണെന്ന് നമുക്കറിയാം. കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ.
വരിക വരിക സഹചരി എന്നു തുടങ്ങുന്ന ഗാനം എഴുതിയതാര്? സ്വാതന്ത്ര്യ സമര ഗാനങ്ങൾ ആണ് ഉപ്പു സത്യാഗ്രഹ സമരത്തിന് ആവേശം നൽകിയത്. അതിലൊരു ഗാനമാണ് വരിക വരിക സഹചരി എന്നു തുടങ്ങുന്ന ഗാനം. ആ ഗാനം എഴുതിയത് ആര് എന്നാണ് ചോദ്യം. അംശി നാരായണപിള്ള. അംശി നാരായണപിള്ള എഴുതിയ ഗാനമാണ് വരിക വരിക സഹചരി എന്നു തുടങ്ങുന്ന സ്വാതന്ത്ര്യ സമര ഗാനം. അടുത്ത ചോദ്യം, കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലമാണ് കണ്ണൂരിലെ പയ്യന്നൂർ. കണ്ണൂരിലെ പയ്യന്നൂരാണ് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സമരങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. കേരളത്തിലും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പോരാട്ടങ്ങൾ നടന്നു. അവ എന്തെല്ലാമെന്നു കണ്ടോളൂ. മലബാർ കലാപം. ഇതിനെയാണ് വാഗൺ ട്രാജഡി എന്നും പറയുന്നത്. ഈ സമരത്തിൽ പങ്കെടുത്തവരെ ഒരു തീവണ്ടിയിലടച്ച് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി. പോത്തന്നൂരിലെത്തിയപ്പോഴേക്കും ശ്വാസം കിട്ടാതെ പകുതിയിലേറെ പേർ മരിച്ചു. അതുകൊണ്ടാണ് ഇത് വാഗൺ ട്രാജഡി എന്നും അറിയപ്പെടുന്നത്. അപ്പോൾ അതാണ് മലബാർ കലാപം. ഇതേപോലെ ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, മലബാറിൽ പഴശ്ശിരാജ നടത്തിയ സമരങ്ങൾ, തിരുവിതാംകൂറിൽ വേലുത്തമ്പി ദളവ നടത്തിയ സമരങ്ങൾ, ഇവയെല്ലാം കേരളത്തിലുണ്ടായ സ്വാതന്ത്ര്യ സമരങ്ങളാണ്. ഇനി കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരെല്ലാമെന്ന് നോക്കാം. കേരളത്തിലെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം വഹിച്ച പ്രമുഖരാണ് കെ കേളപ്പനെ കൂടാതെ ടി കെ മാധവൻ, മുഹമ്മദ് അബ്ദുർ റഹ്മാൻ, കെ പി കേശവമേനോൻ, എ കെ ഗോപാലൻ, അക്കാമ ചെറിയാൻ, കുട്ടിമാളു അമ്മ തുടങ്ങിയവർ. ഇവരാണ് കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ പ്രമുഖർ. ബ്രിട്ടീഷുകാർക്കെതിരെ രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വിവിധ തരത്തിലുള്ള സമരങ്ങൾ ശക്തമായി നടന്നു. അതിൽ പലതുകൊണ്ടും പ്രധാനപ്പെട്ടതാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കുറേ പ്രത്യേകതകളുണ്ട്. അതെന്തെല്ലാമെന്ന് നോക്കാം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള അന്തിമ സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യം സമരത്തിന് വലിയ ആവേശം നൽകി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജിയുടെ ആഹ്വാനം ജനങ്ങൾ ഏറ്റെടുത്തു. 1942 ബോംബെയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇതു സംബന്ധിച്ച പ്രഖ്യാപനം ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചത്. അതിൻ്റെ ഓർമ്മയ്ക്കായി വർഷം തോറും ആഗസ്റ്റ് 9 നാം ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നു. സമരം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അന്തിമ സമരത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യം സമരത്തിന് വലിയ ആവേശം നൽകി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജിയുടെ ആഹ്വാനം ജനങ്ങൾ ഏറ്റെടുത്തു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ജനങ്ങൾ ഒന്നടങ്കം സമരത്തിനിറങ്ങി. 1942 ബോംബെയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലായിരുന്നു ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചത്. അതിൻ്റെ ഓർമ്മക്കായി വർഷം തോറും ആഗസ്റ്റ് 9 നാം ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നു. സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ മറ്റനവധി നേതാക്കൾ നമുക്കുണ്ട്. അവരാരെല്ലാമെന്ന് നോക്കാം. ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, ബാലഗംഗാധര തിലക്, സുഭാഷ് ചന്ദ്രബോസ്, ഗോപാലകൃഷ്ണ ഗോഖലെ, ഭഗത് സിംഗ്, സരോജിനി നായിഡു, ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ, ഡോക്ടർ എസ് രാജേന്ദ്ര പ്രസാദ്, മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇവരെല്ലാം അവരിൽ ചിലരാണ്. ഇങ്ങനെ എല്ലാവരുടെയും ശ്രമഫലമായി 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇങ്ങനെ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കാൻ നമുക്ക് ശ്രമിക്കാം. സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.